നമ്മൾ ഒരുപാട് കാലമായി ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചും തട്ടിപ്പിനിരയായതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പിനിരയായി ജീവൻ നഷ്ടമായവരുടെ വരെ അനുഭവം നമുക്കുണ്ട്. അത്തരത്തിലൊരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു ഉത്തർപ്രദേശിലെ ആഗ്രയിൽ. മകളെ സെക്സ് റാക്കറ്റിൽ പിടികൂടിയെന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ പണം നൽകണമെന്നും പറഞ്ഞ് വെർച്വൽ അറസ്റ്റ് നടത്തിക്കൊണ്ടുള്ള തട്ടിപ്പിലാണ് ആഗ്രയിലെ സ്കൂൾ അധ്യാപികയ്ക്ക് സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് ഇരയാകേണ്ടി വന്നത്. മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലായെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തട്ടിപ്പുകാരുടെ വീഡിയോ കോൾ ലഭിച്ചതിന് പിന്നാലെ കാര്യം കേട്ട് മാലതി വർമ്മ എന്ന അധ്യാപിക ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു. വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിൽ വെർച്വൽ അറസ്റ്റ് വീഡിയോ കോളിന്റെയും ഇതിന് പിന്നാലെ മാലതി വർമ്മ കുഴഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇവയിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട്. ആഗ്ര അഷ്നേരയിലെ ഗവൺമെന്റ് ഗേൾസ് ജൂനിയർ ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു മാലതി വർമ്മ. സെപ്റ്റംബർ 30 തിങ്കളാഴ്ചയാണ് സംഭവം. അജ്ഞാതമായ ഒരു നമ്പറിൽ നിന്ന് മാലതി വർമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. മകൾ സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലായി, എന്തെങ്കിലും അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ മകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നായിരുന്നു വെർച്വൽ അറസ്റ്റ് നടത്തിയവരുടെ ഭീഷണി. 1 ലക്ഷം രൂപ നൽകിയാൽ മകളെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു ഫോൺ വിളിച്ചയാൾ പറഞ്ഞത്. പണം അയക്കേണ്ട ഫോൺ നമ്പർ നൽകുകയും ചെയ്തു. വിളിച്ചയാളുടെ ഫോണിന്റെ പ്രൊഫൈൽ പിക്ചർ ഒരു പോലീസ് വേഷത്തിലുള്ളതായിരുന്നു. ഇതാണ് മാലതി വർമ്മ കൂടുതൽ ആശങ്കയിലാകാൻ കാരണമായത്. ഉടൻ തന്നെ മാലതി വർമ്മ മകനെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുകയായിരുന്നു. 1 ലക്ഷം രൂപ നൽകിയ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആവശ്യപ്പെട്ടു. എന്നാൽ മകൻ നടത്തിയ പരിശോധനയിൽ പണം അയക്കാൻ നൽകിയ നമ്പർ പാകിസ്ഥാനിൽ നിന്നാണെന്ന് കണ്ടെത്തി. ഇത്രയും കൂടി കേട്ടതോടെ മാലതി വർമ്മ ബോധരഹിതയായി വീഴുകയായിരുന്നു. മാനസിക സമ്മർദ്ദമേറി ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. വീട്ടിലേക്ക് നിരവധി പേർ ഓടിയെത്തുന്നതും മാലതി വർമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം CCTV വീഡിയോയിൽ വ്യക്തമാണ്. ബോധരഹിതയായി വീണ മാലതിയോട് ഫോൺ കോൾ കബളിപ്പിക്കലാണെന്നും മകൾ സെക്സ് റാക്കറ്റിൽ പിടിയിലായെന്ന് പറഞ്ഞത് നുണയാണെന്നും എല്ലാം പറയാൻ മകൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബോധരഹിതയായ മാലതിക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.